കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാടിനെ വിറപ്പിക്കുകയും വനപാലകരെ കുഴപ്പിക്കുകയും ചെയ്യുകയാണ് ബേലൂർ മഖ്ന എന്ന മോഴയാന. എന്താണ് മോഴയാന? ആനകളിലെ ട്രാൻസ്ജെൻഡറുകളാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ധാരണ പാടയെ തെറ്റാണ്. സിമ്പിളായി പറഞ്ഞാൽ കൊമ്പില്ല കൊമ്പനാണ് മോഴയാന. ചില മോഴയാനകൾ കൊമ്പന്മാരെക്കാൾ കരുത്തരുമാണ്. കൊമ്പില്ലാത്തതിൻ്റെ പേരിൽ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് തഴയപ്പെട്ട ഇവരെ കൂപ്പുകളിൽ തടി പിടിക്കാനാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഫൈബർ കൊമ്പുകൾ വന്നു തുടങ്ങിയതോടെ മോഴകളുടെ രാശിയും തെളിഞ്ഞു. കടയക്കച്ചാൽ ഗണേശൻ എന്ന മോഴയാന താരമാകുന്നത് അങ്ങനെയാണ്. കൊമ്പ് വെച്ച് വന്നാൽ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ജൂനിയർ തെച്ചിക്കോട്ടുകാവനെന്ന് ആരാധകർ പേരുമിട്ടു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 25 മനുഷ്യജീവനുകൾ കവർന്ന മുതുമല മൂർത്തി എന്ന ആനയും മോഴയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ താപ്പാനയായ ആനമല കലീമിനെ പോലും വിറപ്പിച്ച ശേഷമാണ് മൂർത്തി കീഴടങ്ങിയത്. പിടികൂടുമ്പോൾ മൂർത്തിയുടെ ശരീരത്തിൽ 15ഓളം വെടിയുണ്ടകൾ തറച്ച് വ്രണമായി തീർന്നിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത മുതുമല മൂർത്തി പിന്നീട് തമിഴ്നാട് വനം വകുപ്പിന്റെ വിശ്വസ്തനായ താപ്പാനയായി. 2023 ജനുവരിയിൽ വയനാട്ടിൽ ഭീതി വിതച്ച PM2 മോഴയാനയാണ്. 150ഓളം വനപാലകരും കുങ്കികളും മണിക്കൂറുകളോളം പണിയെടുത്ത ശേഷമാണ് PM2 കീഴടങ്ങിയത്. കരുത്തിന്റെ കാര്യത്തിൽ മോഴ ഒരു പടി മുന്നിൽ നിൽക്കുമെന്ന് ചുരുക്കം.